പുതൃക്ക പഞ്ചായത്ത് പ്രസിഡന്റ് പൂജ ജോമോൻ രാജിവെച്ചതിനു പിന്നിൽ കോൺഗ്രസുമായുള്ള പണമിടപാടാണെന്ന് ആരോപണവുമായി 2020 പാർട്ടി. അവിടെ ഒരു ഡീൽ നടന്നുവെന്നും എങ്ങനെ പണമിറക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാമെന്ന് കോൺഗ്രസ് തെളിയിച്ചുവെന്നും 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് പ്രതികരിച്ചു. 2020 NDAയുടെ ഭാഗമായത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് രാജി എന്നായിരുന്നു പൂജ പ്രതികരിച്ചത്. ഇതിനുള്ള മറുപടിയായിട്ടാണ് 2020 പാർട്ടി കൺവീനർ സാബു എം ജേക്കബ് പ്രത്യാരോപണം നടത്തിയത്. ആദർശത്തിന്റെ പേരിൽ രാജിവെക്കുന്നുവെന്ന് പൂജ അവകാശപ്പെടുമ്പോൾ ലക്ഷങ്ങളുടെ പണമിടപാടിലൂടെ കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ അട്ടിമറിയാണിതെന്ന് 2020 ആരോപിക്കുന്നു. പുതൃക്ക പഞ്ചായത്ത് പ്രസിഡന്റ് 2 ദിവസത്തിനുള്ളിൽ രാജിവെക്കുമെന്നും അവരുടെ പേരിൽ സഹകരണ ബാങ്കിലുള്ള വായ്പ കോൺഗ്രസ് അടച്ചു തീർക്കും എന്നതാണ് ഡീൽ എന്നുള്ള ശബ്ദ സന്ദേശങ്ങളും 2020 പാർട്ടി പുറത്തുവിട്ടു. ഒരാൾ 2020 നേതാക്കളോട് ഇക്കാര്യം വെളിപ്പെടുത്തുന്ന രീതിയിലാണ് ശബ്ദ സന്ദേശം. തുടർന്നാണ് ആരോപണങ്ങളുമായി 2020 രംഗത്ത് വന്നത്. കുന്നത്തുനാട്ടിലെ പരാജയ ഭീതി മൂലം കോൺഗ്രസ് വ്യാപകമായി പണം ഒഴുക്കുന്നതായി സാബു എം ജേക്കബ് ആരോപിച്ചു. കുന്നത്തുനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി VP സജീന്ദ്രന്റെ വെളുത്ത കാറിലും തുടർന്ന് കോലഞ്ചേരിയിലെ സെൻട്രൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലും വച്ചായിരുന്നു ഡീൽ. പുതൃക്ക സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തുടങ്ങിയവർ ചേർന്നാണ് ഡീൽ ഉറപ്പിച്ചത്. ആദ്യം 5 ലക്ഷം പണമായും 7 ലക്ഷത്തിന്റെ ബാങ്ക് വായ്പയും അതിന്റെ പലിശയും ചേർന്ന് 15 ലക്ഷത്തിനായിരുന്നു ഡീൽ. ഇന്നലെയാണ് ഇത് 20 ലക്ഷമാക്കി ഉയർത്തിയത്. സാബു എം ജേക്കബ് ആരോപിച്ചു. കോൺഗ്രസ് പാർട്ടി എങ്ങനെ പണം ഇറക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാമെന്നതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഇന്ന് പുതൃക്ക പഞ്ചായത്തിൽ നടന്നത്. മാർച്ച് 27 വൈകിട്ട് 6:45 പൂജ കോലഞ്ചേരി ജംഗ്ഷനിൽ വച്ച് സജീന്ദ്രന്റെ വെള്ള ഇന്നോവ കാറിൽ കയറി. ആ കാറിൽ CP ജോയ് DCC സെക്രട്ടറി ഉണ്ടായിരുന്നു. ഇവർക്ക് 5 ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തത്. അതുകൂടാതെ പുതൃക്ക സഹകരണ ബാങ്കിൽ 7 ലക്ഷം രൂപയുടെ ലോണും പലിശയും ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ അടച്ചുകൊള്ളാം എന്നതാണ് കോൺഗ്രസിന്റെ ഡീൽ. അതുകൂടാതെ രാജിവയ്ക്കുന്നതിന് 5 ലക്ഷം രൂപയും പിന്നീട് അത് 10 ലക്ഷമാക്കി. ആ ഡീൽ ഞാൻ അറിഞ്ഞുവെന്ന് മനസ്സിലായതോടെ ഇവർ ആ ഡീലിൽ നിന്ന് പിന്മാറി. ഏതാണ്ട് 20 ലക്ഷം രൂപയുടെ ഡീലാണ് ഇവിടെ നടന്നിരിക്കുന്നത്, സാബു എം ജേക്കബ് പറഞ്ഞു. പൂജ ജോമോൻ 2 ദിവസത്തിനകം രാജിവെക്കുമെന്ന് പറയുന്ന ഒരു ഓഡിയോയും സാബു ജേക്കബ് കേൾപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് ആരുടേതെന്ന് വ്യക്തമായിട്ടില്ല. അതേസമയം 2020 NDAയിൽ ലയിച്ചതിന് പിന്നാലെ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിലേക്ക് ചേക്കേറിയിരുന്നു. NDA പ്രവേശനം ആരോപിച്ചുകൊണ്ട് തന്നെയാണ് പൂജയുടെയും രാജി. എന്നാൽ പൂജ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൾ വിവാദത്തിന് ഇടയാക്കിയിരുന്നു. ഇതോടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മറുപടിയുമായി സാബു ജേക്കബ് എത്തുകയായിരുന്നു. പണം കൊടുത്ത് ജയിക്കുമെന്ന് കരുതിയാൽ ജനം മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന നടപടിയാണ്. ഇങ്ങനെയുള്ളവരാണോ MLA ആകേണ്ടത്? പൂജയുടെ രാജിക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്നും VP സജീന്ദ്രനാണ് നീക്കം നടത്തിയതെന്നും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായോ ഇല്ലയോ എന്ന് സജീന്ദ്രൻ പറയട്ടെയെന്നും സാബു എം ജേക്കബ് പറഞ്ഞു. താൻ 2020 നിന്നോളാമെന്നും BJP പരിപാടിക്ക് പോകില്ലെന്നും പൂജ നേരത്തെ പറഞ്ഞിരുന്നുവെന്നും സാബു ജേക്കബ് പറഞ്ഞു.